നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഇപ്പോൾ 265-ാം ദിവസം എത്തിയിരിക്കുകയാണ് ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സമരം. 264-ാം ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചുവെന്ന്. പക്ഷേ ആശാ വർക്കർമാർ ഇതിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഓണറേറിയം വർധനവ് തുച്ഛമാണെന്നും സമരം തുടരുമെന്നും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ പ്രതികരിച്ചു. ഭാവി സമര പരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം ഇന്ന് ചേരും. പ്രതിദിനം 33 രൂപയുടെ വർധന മാത്രമാണ് വന്നിട്ടുള്ളത്. ഇത് മിനിമം കൂലി എന്ന ആവശ്യത്തിനടുത്തു പോലും എത്തുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ആശമാർ പറയുന്നു. 265-ാം ദിവസമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാരുടെ സമരം എത്തി നിൽക്കുന്നത്. ജനപ്രിയ ബജറ്റുകളെ തോൽപ്പിക്കുന്ന നിലയിലുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിരുന്നു. അതിലാണ് ആശമാരുടെ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം കിട്ടുന്നത്. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുക. ഇവർക്ക് ഇതുവരെയുള്ള കുടിശ്ശികയും നൽകും. മാത്രമല്ല, നിലവിൽ സഹായം കിട്ടാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകാനുള്ള തീരുമാനവും കയ്യടി നേടുന്നുണ്ട്. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സമരം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ആശ്വാസം, താൽക്കാലിക ആശ്വാസം മാത്രമായിട്ട് അവർ യഥാർത്ഥ ആവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരാനാണ് നിലവിൽ സംഘടനയുടെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പുതിയ സമര രീതികളെക്കുറിച്ച് തീരുമാനമുണ്ടാവുക. ഓണറേറിയം 21,000 രൂപയാക്കുക എന്നാവശ്യപ്പെട്ടിടത്ത് 1000 രൂപയുടെ വർധന ആശമാർക്ക് ഉണ്ടായിരിക്കുകയാണ്. 1000 രൂപ എത്രയോ ചെറിയ തുക എന്നായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആദ്യ പ്രതികരണം നടത്തിയത്. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക എന്നിവയായിരുന്നു സമര ആവശ്യങ്ങൾ. അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം തുടരുക എന്ന തീരുമാനത്തിലേക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരം അവസാനിപ്പിച്ച് മറ്റ് സമര രീതികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിലും ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം വ്യക്തതയുണ്ടാകും. ഫെബ്രുവരി 10-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയത്. ഇതിപ്പോൾ 264 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ സമരം തുടരും. അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അവരുടെ സമര രീതികൾക്ക് മാറ്റമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ സമരം നടന്നത് ക്ലിഫ് ഹൗസിന് മുന്നിലാണ്. ക്ലിഫ് ഹൗസിന് മുന്നിലെത്തിയ ആശാ വർക്കർമാർ അവിടെ പ്രതിഷേധം നടത്തി. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ തടഞ്ഞിരുന്നു. ബാരിക്കേഡ് ചാടി പ്രവർത്തകർ അപ്പുറം കടന്നു. അതിന് പിന്നാലെ കുറച്ചു പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ ഒരു സമരത്തിന് അനുവദിച്ച സമയം കഴിഞ്ഞതിനാൽ അവരുടെ മൈക്ക്, അതുപോലെ തന്നെ അവരുടെ മറ്റ് സാമഗ്രികളൊക്കെ പോലീസ് പിടിച്ചെടുക്കുകയും ആശാ വർക്കർമാരെ ബലം പ്രയോഗിച്ച് ഈ ഒരു സമര പന്തലിൽ നിന്ന് അല്ലെങ്കിൽ സമര പോരാട്ടത്തിൽ നിന്ന് വലിച്ചിഴയ്ക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അന്ന്, അതായത് ക്ലിഫ് ഹൗസിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം നടത്തിയപ്പോൾ നടത്തിയ ആ ഒരു പ്രതികരണത്തിലേക്കും ദൃശ്യങ്ങളിലേക്കും ഒരിക്കൽ കൂടി
പലവട്ടം